കയ്യിലെയും കാലിലെയും ഒക്കെ ഞൊട്ട ഇങ്ങനെ ഒടിച്ചു വിടുന്നത് പലരിലും കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ്. വെറുതെ ഇരിക്കുമ്പോൾ മാത്രമല്ല, ടെൻഷൻ കൂടുമ്പോഴും പലരും ഇത്തരത്തിലൊക്കെ ചെയ്യാറുണ്ട്. കയ്യിലെയും കാലിലെയും വിരലുകളിലെയും കഴുത്തിലെയും ഒക്കെ ഞൊട്ട വിടാറുണ്ട്. വിരലുകളിലെയും മറ്റും ഞൊട്ട ഒടിക്കുമ്പോൾ ശബ്ദം വരുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വിരലുകളിലെ ഞൊട്ട ഒടിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. രണ്ട് എല്ലുകൾ ചേർന്നാണ് ഒരു ജോയിന്റ് ഉണ്ടാകുന്നത്. ഈ എല്ലുകൾക്കിടയിൽ സൈനോവിയൽ ഫ്ലൂയിഡ് അടങ്ങിയിട്ടുണ്ട്. ജോയിന്റിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് മാറ്റാൻ, അതുപോലെ ഊർജ്ജം നൽകാനും ബാക്ടീരിയകളെ തുരത്താനുമാണ് ഈ ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത്. സന്ധികൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന വായു കുമിളകൾ പൊട്ടുമ്പോഴാണ് ഇത്തരത്തിൽ ശബ്ദം കേൾക്കുന്നത്. ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ ലിഗമെന്റ്സ്, ടെൻഡൻസ് എന്നിവ സ്ട്രെച്ച് ചെയ്യുമ്പോഴും ഇതുണ്ടാകാം. കൈവിരലുകളിൽ മാത്രമല്ല, സൈനോവിയൽ ഫ്ലൂയിഡ് ഉള്ള മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്നും ഇത്തരം ഞൊട്ട കേൾക്കാം. പക്ഷേ ഇത് പലപ്പോഴും ചെയ്യുന്നത് എല്ലുകളുടെയും ലിഗമെന്റുകളുടെയും ഒക്കെ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് തേയ്മാനം ഉണ്ടാക്കുമോ എന്ന സംശയവും പലർക്കുമുണ്ട്. കാലിഫോർണിയയിൽ നിന്നുള്ള ഡോക്ടർ ഡൊണാൾഡ് ഹങ്കർ തന്റെ പരീക്ഷണത്തിലൂടെ തെളിയിച്ചിരുന്നു. തുടർച്ചയായി 50 വർഷം ഇടത്ത് കൈയിൽ ഞൊട്ട ഒടിക്കുകയും വലത്ത് കൈയിൽ ഞൊട്ട വിടാതിരിക്കുകയും ചെയ്താണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. 50 വർഷത്തിന് ശേഷം ഇരു കൈകളിലെ ജോയിന്റുകൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് അദ്ദേഹം ഇത് അപകടകാരിയല്ല എന്ന് തെളിയിച്ചത്. എങ്കിലും ശരിക്കും ഇത് നല്ലതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കൈകളിൽ ഇത്തരത്തിൽ ചെയ്യുന്നത് പ്രശ്നമുണ്ടാക്കില്ലെങ്കിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സംഭവിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഞൊട്ടയുടെ ശബ്ദം കേൾക്കുന്നത് ശരീരത്തിന്റെ ഭാരം താങ്ങുന്ന ജോയിന്റുകളിൽ ഇത്തരത്തിൽ ശബ്ദം കേട്ടാൽ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇത് തേയ്മാനം കാരണമായേക്കാം. കഴുത്തിന്റെ ഭാഗത്ത്, നട്ടെല്ല്, കാൽമുട്ട് എന്നീ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഞൊട്ട കേൾക്കുന്നത് സന്ധി തേയ്മാനത്തിന്റെ ലക്ഷണമായേക്കാം. പ്രായമായവരിൽ ഇത് മിക്കവാറും കേൾക്കാറുണ്ട്, അത് ശ്രദ്ധിക്കണം. വിരലുകളിലെ ഞൊട്ടയൊടിക്കുമ്പോൾ സന്ധികൾക്കിടയിൽ നിന്ന് വേദന ഉണ്ടായാൽ തീർച്ചയായും ശ്രദ്ധിക്കണം. ശബ്ദം കേൾക്കാതെ വേദനയാണ് വരുന്നതെങ്കിൽ അത് വാതരോഗങ്ങൾക്ക് കാരണമാകും.